നിങ്ങൾക്ക് ദിവസവും ജോലി ചെയ്യാതെ വരുമാനമുണ്ടാക്കാൻ സാധിക്കുമോ? സാധാരണക്കാരായ ആളുകൾ ജീവിതകാലം മുഴുവൻ ജോലി മാത്രം ചെയ്ത് ജീവിക്കുന്നു. എന്നാൽ ധനികർ ബിസിനസ്സും ആസ്തി ഉണ്ടാക്കുകയും അവർ വീണ്ടും ധനികരായി മാറുന്നു. ഇന്ന് നമ്മൾ റോബർട്ട് കിയോസാക്കിയുടെ ഏറ്റവും പ്രശസ്തമായ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പാഠങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്നുകൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നമ്മൾ 2 വീഡിയോകളിലൂടെയാണ് ഇത് പൂർത്തിയാക്കുന്നത്. ആദ്യ വീഡിയോയിൽ പുസ്തകത്തിൽ നിന്നുള്ള പ്രധാന പാഠങ്ങളും രണ്ടാമത്തെ വീഡിയോയിൽ ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്ന ഭാഗം പൂർത്തിയാക്കും. എല്ലാവരും ഇതുവരെ നൽകിയ സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി. നമുക്ക് നേരെ പുസ്തകത്തിലേക്ക് പോവാം. റോബർട്ട് കിയോസാക്കി തൻ്റെ കുട്ടിക്കാലത്ത് 2 അച്ഛന്മാരിൽ നിന്ന് പണം സംബന്ധിച്ച വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കണ്ടാണ് വളർന്നത്. പുവർ ഡാഡ്: സ്വന്തം അച്ഛൻ എപ്പോഴും പറയും, കഠിനാധ്വാനം ചെയ്യൂ, നല്ല ജോലി കണ്ടെത്തൂ, ജീവിതം സുരക്ഷിതമാക്കൂ, കഷ്ടപ്പെടാതെ പണമുണ്ടാക്കാനാവില്ല. എന്നാൽ റിച്ച് ഡാഡ്, സുഹൃത്തിൻ്റെ അച്ഛൻ പറയും, പണം ഉണ്ടാക്കാൻ പഠിക്കൂ, പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കൂ, ഒരു ബിസിനസ്സോ ആസ്തിയോ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ധനികരാവാൻ കഴിയില്ല. ഇത് രണ്ടും കേട്ട് വളർന്ന റോബർട്ട് കിയോസാക്കി റിച്ച് ഡാഡിൻ്റെ ആശയത്തെക്കുറിച്ച് കൂടുതലായി അദ്ദേഹത്തിൽ നിന്ന് തന്നെ പഠിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ സ്കൂളുകൾ ജോലി വാങ്ങി ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു, പണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. സമ്പത്തുണ്ടാക്കുന്നതിനെ പറ്റിയോ ധനികരാവാൻ വേണ്ട കാര്യങ്ങളെപ്പറ്റിയോ പഠിപ്പിക്കുന്നില്ല എന്ന് എഴുത്തുകാരൻ പറയുന്നു. ഇത് നമ്മൾ നമ്മുടെ ജീവിതവുമായി ഒന്ന് താരതമ്യം ചെയ്യുന്നത് നന്നായിരിക്കും. സമ്പന്നരാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആസ്തികൾ ഉണ്ടാക്കുക, ബാധ്യതകൾ ഒഴിവാക്കുക. എന്താണ് ആസ്തികൾ? നിങ്ങളിലേക്ക് പണം എത്തിക്കുന്നത്. ഉദാഹരണം, വാടകയ്ക്ക് കൊടുക്കാവുന്ന പ്രോപ്പർട്ടികൾ, സ്റ്റോക്സ് ആൻഡ് ബോണ്ട് നിക്ഷേപങ്ങൾ, ബിസിനസ്സുകളും മറ്റ് വരുമാന സ്രോതസ്സുകളും. ബാധ്യതകൾ എന്താണ്? നിങ്ങളുടെ പണത്തെ കുറയ്ക്കുന്നത്. വായ്പകൾ, ക്രെഡിറ്റ് കാർഡ് ബാധ്യതകൾ, ആഡംബര ജീവിതശൈലി. റോബർട്ട് കിയോസാക്കി രൂപപ്പെടുത്തിയ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് വരുമാനമുണ്ടാക്കുന്നവരെ 4 വിഭാഗങ്ങളായി വേർതിരിക്കുന്നു. 1. എംപ്ലോയി, ജോലി ചെയ്യുന്നവർ. ശമ്പളം ലഭിക്കാൻ ഒരു ജോലി മാത്രം ചെയ്യുന്നവരാണ് എംപ്ലോയി. സുരക്ഷിതമായ വരുമാനം ലഭിക്കുമെങ്കിലും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. ഉദാഹരണം, IT പ്രൊഫഷണൽ, ഗവൺമെൻറ് എംപ്ലോയി തുടങ്ങിയവർ. 2. സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്നവർ. ജോലി ഉപേക്ഷിച്ചാൽ ഇവർക്ക് വരുമാനമുണ്ടാവില്ല. ഇവരുടെ കഴിവ്, കഷ്ടപ്പാട്, സമയം എന്നിവയെ ആശ്രയിച്ചാണ് ഇവർക്ക് വരുമാനം ലഭിക്കുക. ഉദാഹരണം, ഡോക്ടർ, ലോയർ, ഫ്രീലാൻസർ, ചെറുകിട ബിസിനസ് ഉടമകൾ. 3. ബിസിനസ് ഓണർ, ബിസിനസ് ഉടമകൾ. ഇവർ ഒരു സിസ്റ്റം നിർമ്മിക്കുന്നു. ഇവർ ഇല്ലെങ്കിലും ഇവർക്ക് പണം ലഭിക്കുന്നത് തുടരുന്നു. ഉദാഹരണം, ഒരു കമ്പനി സ്ഥാപിക്കുക, ഫ്രാഞ്ചൈസി തുടങ്ങുക, യൂട്യൂബ് ചാനൽ പോലുള്ള ഓട്ടോമേറ്റഡ് ഇൻകം സ്രോതസ്സുകൾ ഉണ്ടാക്കുക. 4. ഇൻവെസ്റ്റർ, നിക്ഷേപകർ. പണം നിക്ഷേപിച്ച് പണം ഉണ്ടാക്കുന്നവർ. ഉദാഹരണം, സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്, നിങ്ങൾ ES ക്വാഡ്രന്റിൽ നിന്നും BI ക്വാഡ്രന്റിലേക്ക് നിർബന്ധമായും പോകേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ പറയുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഈ പുസ്തകം ഒരു തവണയെങ്കിലും വായിക്കുക. വീഡിയോ ഇതുവരെ കണ്ടവരോട് പറയാനുള്ളത്, ഈ 4 പോയിന്റ് എപ്പോഴും മനസ്സിലുണ്ടാവുകയും അതിനായി പ്രവർത്തിക്കുകയും വേണം. ഇപ്പോൾ തന്നെ ആരംഭിക്കാം. ധനികരാകാൻ 4 പ്രധാന ചുവടുകൾ. 1. പാസീവ് ഇൻകം ഉണ്ടാക്കുക. 2. ഇൻവെസ്റ്റിംഗ് പഠിക്കുക. 3. സൈഡ് ബിസിനസ് തുടങ്ങുക. 4. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണോ, നിങ്ങൾ ആസ്തികൾ നിർമ്മിക്കണോ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യണോ? ഇതിൽ ഏതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.